നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. K-Tet റിസൾട്ട് പബ്ലിഷ് ചെയ്തു അല്ലേ? കേരളത്തില് ഇത്തവണയും ചരിത്ര വിജയം കുറിച്ചുകൊണ്ടാണ് എയിം സ്റ്റഡി സെന്റർ റിസൾട്ട് നേരിട്ടിരിക്കുന്നത്. അതായത് 4ാം തവണയും ചരിത്ര വിജയം. കഴിഞ്ഞ തവണത്തേക്കാൾ വളരെയധികം ആളുകളാണ് എയിം സ്റ്റഡി സെന്ററിൽ നിന്നും ഇത്തവണ K-Tet ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. എന്താ പറയാ, വളരെ അഭിമാനം, സന്തോഷം, ചാരിതാർത്ഥ്യം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെയുള്ള ഒരു മൊമെന്റ് ആണ് ഞങ്ങൾക്കിത്. 4 തവണയൊക്കെ ചരിത്ര വിജയം നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചരിത്ര വിജയം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾക്കറിയാം, ധാരാളം സെന്ററുകൾ നമുക്ക് ഇവിടെ എന്താണ് കോച്ചിങ് കൊടുക്കുന്നുണ്ട് അല്ലെ? അവരെക്കാളൊക്കെ നമുക്ക് ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ഈ K-Tet ക്വാളിഫൈ ചെയ്യാൻ സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇത് ഒറ്റയായിട്ടുള്ള ഒരു പ്രവർത്തനമല്ല, ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ വിജയം നേടാൻ സാധിച്ചത്. എല്ലാവരോടും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ വളരെ ഭംഗിയായി ചിട്ടയായി രൂപപ്പെടുത്തി തരുന്ന ഓരോ അധ്യാപകര് അല്ലെ, അവരുടെ ക്ലാസ്സുകൾ, നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകൾ ശ്രദ്ധയോടുകൂടെ കേട്ട് ഈ വിജയത്തിന്റെ നട്ടലായി മാറിയ എയിം സ്റ്റഡി സെന്ററിന്റെ കുട്ടികൾ എല്ലാവരും, അവർ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. ക്ലാസ്സുകൾ കൊടുത്തത് കൊണ്ടായില്ല അല്ലെ? അപ്പോ അവര് എല്ലാവരോടും ഞങ്ങൾക്ക് അകമഴിഞ്ഞിട്ടുള്ള നന്ദിയുണ്ട്. ഏറ്റവും കൂടുതൽ ഈ വിജയത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള എല്ലാ ആളുകളും, നമുക്ക് ചുറ്റുമുള്ള ഓരോരുത്തരോടും ഞങ്ങൾ നന്ദി പറയാണ്, സർവേശ്വരനോടും നന്ദി പറയുന്നു. ഇപ്പൊ പരീക്ഷാ ഭവന്റെ പുതിയൊരു അപ്ഡേറ്റഡ് വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നോക്കാം, നമ്മൾ പത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്ത, റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന്റെ പിറ്റേ ദിവസം എല്ലായ്പ്പോഴും വരുന്ന ഒരു വാർത്ത തന്നെയാണ് അല്ലെ? K-Tet റിസൾട്ട് പബ്ലിഷ് ചെയ്തു. വിജയ ശതമാനം 26.51%. എത്രയാണ്? 26.51. വളരെ കുറഞ്ഞ ഒരു വിജയ ശതമാനമാണ് അല്ലെ? K-Tetനെയൊക്കെ സംബന്ധിച്ചിടത്തോളം 26 എന്നുള്ളത് വളരെ കുറഞ്ഞു പോയിട്ടുള്ള ഒരു വിജയ ശതമാനം തന്നെയാണ്. സംസ്ഥാനത്തെ സ്കൂൾ അധ്യാപക യോഗ്യതാ പരീക്ഷയായിട്ടുള്ള K-Tet വിജയം 26.51%. ഭാവിയിൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് K-Tet എക്സാം. കഴിഞ്ഞ K-Tet എക്സാമിൽ 450-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന K-Tet എക്സാമുകൾക്ക് വേണ്ടി ഇതാ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. 4 വിഭാഗങ്ങളിലായിട്ട് 1,24,996 പേര് എഴുതിയതില് 33,138 പേരാണ് ജയിച്ചത്. 1,24,000 സംതിങ് എഴുതിയിട്ടുള്ള അല്ലെ, 1.25 ലക്ഷത്തിനടുത്തുള്ള ആളുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ 33,000 സംതിങ് ആളുകൾ മാത്രമാണ് അതിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, വിജയിച്ചിട്ടുള്ളൂ. റിസൾട്ട് നോക്കാനായിട്ടുള്ള വെബ്സൈറ്റിന്റെ ലിങ്ക് ഒക്കെ നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും നിങ്ങൾ ഇന്നലെ നോക്കി നിങ്ങളുടെ റിസൾട്ടുകളൊക്കെ അറിഞ്ഞിട്ട് ഇരിക്കുകയാണ് എന്നുള്ളത് അറിയാം. ഡിസംബർ ആദ്യം നടന്ന പരീക്ഷയുടെ ഫലം 2 മാസത്തിന് ശേഷമാണ് പ്രസിദ്ധീകരിച്ചത്. കഴിഞ്ഞ വർഷം വിജയ ശതമാനം 27.12 ആയിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷത്തിനേക്കാളും വിജയ ശതമാനം എന്ത് ചെയ്യാണ് ചെയ്തത്, കുറയാണ് ചെയ്തത്. ഓരോ വർഷം കഴിയുന്തോറും വിജയ ശതമാനം കൂടി വരികയാണ് ചെയ്യേണ്ടത്. പക്ഷെ എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വന്നു. എന്തായിരിക്കാം കാരണം? അവർ നടത്തുന്ന പരീക്ഷകള്, പരീക്ഷാഭവൻ K-Tet പരീക്ഷയൊക്കെ നടത്തുന്ന സമയത്ത് അതിന്റെ നടത്തിപ്പില്, ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ, സിലബസിലൊക്കെ എന്ത് വന്നിട്ടുണ്ട്, ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ഈ വിജയ ശതമാനം കുറയാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് അറിയാം. LP സ്കൂള് അധ്യാപകർക്കുള്ള കാറ്റഗറി 1-ല് 36,061 പേര് എഴുതിയതില് 7,400
256 പേര്, അതായത് 20.54% ആളുകൾ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. കാറ്റഗറി 1 കാറ്റഗറി കേട്ടറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കാറ്റഗറിയാണ് ഇതെന്ന് പറയുന്നത് കാറ്റഗറി 1. അതില് വളരെ കുറഞ്ഞ വിജയ ശതമാനമാണുള്ളത്. പക്ഷേ എയിം സ്റ്റഡി സെന്ററിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റഡി സെന്ററിൽ നിന്നും ഒരുപാട് ആളുകൾ കാറ്റഗറി 1 നേടാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ടുള്ള ഒരു 80% കുട്ടികളും കാറ്റഗറി 1 എന്ത് ചെയ്ത് കഴിഞ്ഞു? വിജയിച്ച് കഴിഞ്ഞു. LP UP അധ്യാപകർക്കുള്ള കാറ്റഗറി 2 33,732 പേരില് 11,956 പേര്, അതായത് 35.44% UP ഹൈസ്കൂൾ പേരാണ് വിജയിച്ചത്. ഇപ്പൊ കാറ്റഗറി 2 ഒന്നിനെ സംബന്ധിച്ച് കുറച്ചുകൂടി എന്താണ് കൂടുതൽ ആളുകളുണ്ട് അല്ലെ, കൂടുതൽ ശതമാനം ഉണ്ട്. ഇവിടെ 20.54 ആണെങ്കിൽ അവിടെ എന്താണ് 35.44% ആളുകൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്തിനാണ് ഇപ്പൊ ഈ ശതമാനക്കണക്കും എണ്ണക്കണക്കും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്? തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളും നിർബന്ധമായിട്ടും ഈ എണ്ണവും ശതമാനവും കണക്കും ഒക്കെ അറിഞ്ഞിരിക്കണം. എത്ര പേരാണ് അത് എഴുതുന്നത് അല്ലെ? ഞാൻ ഉൾപ്പെടെ എഴുതുന്ന ആളുകളിൽ എത്ര പേർക്ക് വിജയിക്കാൻ സാധിക്കുന്നുണ്ട്? ഈ വിജയിച്ച ആളുകൾക്കും അതുപോലെ തന്നെ ഇനി പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെയും ശ്രദ്ധയിലേക്കാണ് പറയുന്നത്. ഓരോ വർഷം കഴിയുന്തോറും മത്സരം ഇങ്ങനെ കടന്നു വരികയാണ്. ഇതൊരു ക്വാളിഫയിങ് എക്സാം ആണ്. പക്ഷെ ക്വാളിഫയിങ് എക്സാം ആയിട്ട് പോലും എത്രത്തോളം ആളുകളാണ് അതിലേക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. പിന്നെ അതുപോലെ തന്നെ കാറ്റഗറി 3 38,439 പേരില് 10,975 പേര്, ഏകദേശം ഒരു 28.55% പേർക്ക് കാറ്റഗറി 3 നേടാൻ സാധിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ വിഷയങ്ങളിലെ അധ്യാപകർക്കുള്ള കാറ്റഗറി 4 16,764 പേരില് 2,801 പേരാണ്, 16.71% പേരാണ് വിജയിച്ചിട്ടുള്ളത്. കാറ്റഗറി 4ലേക്കൊക്കെ എത്തുമ്പോഴേക്കും വിജയ ശതമാനം എന്താണ്? വളരെ കുറഞ്ഞ് വരാണ്. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LP UP എക്സാമിൽ 250 പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LP UP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. ഇവിടെയാണ് എയിം സ്റ്റഡി സെന്ററിന്റെ ക്ലാസ്സുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓരോ കാറ്റഗറിയുടെയും സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ചിട്ടയായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകി വരുന്നത്. കാറ്റഗറി 3 വിജയിച്ചിട്ടുള്ള ആളുകൾ, 2 വിജയിച്ചിട്ടുള്ള ആളുകളൊക്കെ അടുത്ത പരീക്ഷയ്ക്ക് LP UPക്ക് വേണ്ടി ഇപ്പോൾ തന്നെ പരിശീലനം എന്ത് ചെയ്യുക? തുടങ്ങുക. വിജയിക്കാത്തവർ നിരാശപ്പെടേണ്ടതില്ല. കാരണം നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ എന്താണ് നമുക്ക് ജയിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ സങ്കടപ്പെട്ട് നഷ്ടപ്പെട്ടതോർത്ത് വിഷമിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? യാതൊരുവിധ കാര്യമില്ല. നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത പരീക്ഷയ്ക്കുള്ള പഠനം തുടങ്ങുക. ഇതില് പ്രധാനമായിട്ടും നിങ്ങളോട് ഒരു കാര്യം പറയാനാണ് ആഗ്രഹിക്കുന്നത്. ജയിച്ചവർ വിജ്ഞാപനത്തിന് വ്യക്തമാക്കിയിട്ടുള്ള യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പരിശോധനയ്ക്കായി പരീക്ഷ എഴുതിയ സ്ഥലത്തെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ഹാജരാക്കണം.
ധാരാളം ആളുകൾ റിസൾട്ട് ഒക്കെ കിട്ടി അറിഞ്ഞ് വിജയിച്ചിട്ടുള്ള ധാരാളം ആളുകൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി എന്താണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവുക അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. തീർച്ചയായിട്ടും ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് പരിശോധന സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുണ്ട്, അതിലേക്കും ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ അന്നന്ന് നൽകുന്ന അല്ലെങ്കിൽ പരീക്ഷാഭവൻ തരുന്ന എല്ലാ വിവരങ്ങളും അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇനിയാണ് നമ്മൾക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാവുക അല്ലെ, കാരണം നമ്മൾ വിജയിച്ചു, അടുത്തത് എന്ത് ചെയ്യണം, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അന്നന്ന് ലഭിക്കാൻ വേണ്ടിയാണ് ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അംഗമാകാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിനുള്ള സമയക്രമം ഉടൻ അറിയിക്കുമെന്ന് പരീക്ഷാഭവൻ അറിയിച്ചു. ഓരോ ജില്ലകളുടെയും ഓരോ കാറ്റഗറികളുടെയും ഒക്കെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നാണ് എന്നുള്ളതിന്റെ സമയക്രമം കൃത്യമായിട്ട് പരീക്ഷാഭവൻ എന്ത് ചെയ്യും, അറിയിക്കും. അപ്പൊ എയിം സ്റ്റഡി സെന്ററിന്റെ ഭാഗമായിട്ടും അതല്ലാതെയും K-tet എന്ന് പറയുന്ന ആ ഒരു കടമ്പ ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും. ചെയ്യാൻ പറ്റാത്തവർ, ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാത്തവര് ഇന്ന് തന്നെ തീവ്രമായിട്ടുള്ള പരിശീലനം തുടങ്ങുക. തീർച്ചയായിട്ടും ഈ അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടെ വേണം നമ്മൾ മുന്നോട്ട് പോവാനായിട്ട്. ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എല്ലാ വിഷയങ്ങൾക്കും 80% മാർക്കിലേറെ നേടി ജയിച്ചത് 277 പേരാണ്. അതായത് 1,24,996 പേര് പരീക്ഷ എഴുതിയതില് 80% മാർക്കിലേറെ വിജയിക്കാൻ വിജയിക്കാൻ സാധിച്ചത് 277 പേരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓർക്കുക, വെറുതെ ഒരു ക്വാളിഫൈയിങ് ടെസ്റ്റ് ആണ്, അപ്പൊ നമുക്ക് ജസ്റ്റ് പാസ് മതി എന്ന് പറഞ്ഞിട്ടായിരിക്കാം എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുക. ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഈ 277 പേരിൽ നമ്മളിൽ പല കുട്ടികളും നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ നിന്നുണ്ട്. അടുത്ത പ്രാവശ്യം അത് 277, 377, 577 എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, ആളുകളുടെ എണ്ണം എത്ര വേണമെങ്കിലും കൂടിക്കോട്ടെ, നമ്മൾ അതിൽ ഉൾപ്പെടുക എന്നുള്ളത് അല്ലെ, ഞാനുണ്ടാകും ആ 80% മാർക്ക് നേടിയവരിൽ ഞാനുണ്ടാകും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടി പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും വിജയാശംസകൾ. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.